അഭിവന്ദ്യ പിതാക്കന്മാരെ, ബഹുമാനപ്പെട്ട വൈദികരെ, വിപിനച്ചന്റെ മാതാപിതാക്കളെ, വന്ധ്യരായ സന്യാസിനി സന്യാസിമാരെ, സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ ഇടവകയ്ക്കും വിപിനച്ചന്റെ കുടുംബത്തിനും ഏറെ സന്തോഷവും അഭിമാനവും നിറഞ്ഞ ദിവസമാണ്. വലിയ സന്തോഷത്തോടെയും നന്ദിയോടും കൂടിയാണ് നാം എല്ലാവരും ഇന്നിവിടെ ആയിരിക്കുക. ആദ്യമേ തന്നെ വർഷങ്ങളായി ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചും ഒരുങ്ങിക്കാത്തിരുന്ന ഒരു വലിയ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടതിൻ്റെ ആനന്ദ നിറവിലായിരിക്കുന്ന വിപിനച്ചന് എല്ലാ അനുഗ്രഹങ്ങളും ആശംസകളും നേർന്നു. നമ്മളിലൊരുവനായി ജനിച്ച് നമ്മളെ പോലെ ഈ തോട്ടത്താടി ഇടവകയിലെ കുർബാനയുടെ ഇടയ്ക്ക് ഓടി നടന്ന് കുർബാനയിൽ ശുശ്രൂഷയായി പങ്കെടുത്ത് പഠനങ്ങളുടെയും ബോധ്യങ്ങളുടെയും ഏറെ കാലത്തെ ഒരുക്കങ്ങളുടെയും ഒടുവിൽ ദൈവത്തെ കൈകളിൽ വഹിക്കുവാനുള്ള അടങ്ങാത്ത ആഗ്രഹത്തിൻ്റെ പൂർത്തീകരണമായിരുന്നു ഇന്നത്തെ ഈ തിരുപ്പട്ട സ്വീകരണ ദിനം. പ്രിയ സഹോദരങ്ങളെ, പൗരോഹിത്യം ദൈവത്തിൻ്റെ ഹൃദയത്തോട് ചേർന്ന ജീവിതമാണ്. ജനങ്ങളുടെ വേദനകൾ സ്വന്തം ഹൃദയത്തിലേക്ക് വഹിക്കുകയും അവരുടെ സന്തോഷങ്ങൾ പങ്കുവെക്കുകയും ചെയ്യുന്ന ഒരു ഇടയൻ്റെ ജീവിതം. വിശുദ്ധ ജോൺ മരിയ വിയാനി നമ്മെ ഓർമ്മിപ്പിക്കുന്നു, പുരോഹിതൻ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും ഇടയിലെ പാലമാണ്. അത്തരമൊരു പാലമാകും വിപിനച്ചൻ്റെ പൗരോഹിത്യ ജീവിതം. ദൈവത്തെയും മനുഷ്യരെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കരുണയുടെയും സ്നേഹത്തിൻ്റെയും പാലം. ഒരു പുരോഹിതന്റെ മഹിമ അവൻ ധരിക്കുന്ന വസ്ത്രത്തിലല്ല, അവൻ ജീവിക്കുന്ന ജീവിതത്തിലാണ്. ബലിപീഠത്തിന്റെ മുന്നിൽ മുട്ടുകുത്തുന്ന മൗനത്തിൽ, കുരിശു ചുമക്കുന്ന സഹനത്തിൽ, പാപികളോട് കാണിക്കുന്ന കരുണയിൽ, അവിടെയാണ് പൗരോഹിത്യത്തിന്റെ സത്യമായ മഹിമ. പാതിരി പിയോ ഇങ്ങനെ പറയുന്നു, പുരോഹിതൻ ബലിപീഠത്തിന്റെയും കുരിശിന്റെയും മനുഷ്യനാണ്. ഇന്ന് മുതൽ വിപിനച്ചന്റെ കൈകളിലൂടെ ക്രിസ്തു നമ്മളെ അനുഗ്രഹിക്കും. വിപിനച്ചന്റെ ശബ്ദത്തിലൂടെ ദൈവവചനം സഭയിൽ മുഴങ്ങും. വിപിനച്ചന്റെ ഹൃദയത്തിലൂടെ ക്രിസ്തുവിന്റെ കരുണ അനേകർ അനുഭവിക്കട്ടെ. പാപ്പ ബെനഡിക്ട് 16 പറയുന്നു, സഭയ്ക്ക് ഏറ്റവും വലിയ ദാനം വിശുദ്ധരായ പുരോഹിതരാണ്. വിപിനച്ച അച്ഛൻ്റെ പൗരോഹിത്യ ജീവിതം സഭയ്ക്കൊരു അനുഗ്രഹവും ലോകത്തിനൊരു പ്രത്യാശയുമായിരിക്കട്ടെ. അച്ഛൻ്റെ വാക്കുകളും പ്രവൃത്തികളും അനേകരെ ക്രിസ്തുവിലേക്ക് നയിക്കട്ടെ. പ്രതിസന്ധികളും പ്രതികൂല കാലാവസ്ഥകളും നിരവധി ഉണ്ടായിരുന്ന കാലഘട്ടങ്ങളിലൂടെയാണ് സഭ എല്ലായ്പ്പോഴും കടന്നു പോയിട്ടുള്ളത്. പുരോഹിതരെയും പൗരോഹിത്യത്തെയും അവഹേളിച്ചും കുറ്റപ്പെടുത്തിയും അനേകർ രംഗത്ത് വരുമ്പോഴും പ്രശ്നങ്ങളും പ്രതിസന്ധികൾക്കുമിടയിൽ തളരാതെ അവയൊക്കെ ക്രിസ്തുവിൻ്റെ കുരിശിനോട് ചേർത്ത് വെച്ച് അവിടുന്ന് കാണിച്ച വിശുദ്ധിയുടെ പാതയിൽ ചരിക്കാൻ അനേകം യുവാക്കൾ മുന്നോട്ട് വരുന്നത് സഭയുടെ തുടരുന്ന വസന്തകാലത്തിൻ്റെ ശുഭസൂചനയാണ്. ദൈവം മനുഷ്യന് നൽകിയ ഏറ്റവും വലിയ ദാനമാണ് പൗരോഹിത്യം. വിപിനച്ചന്റെ കൈകളിലൂടെ നമ്മളെ അനുഗ്രഹിക്കാൻ അനുവദിക്കട്ടെ. വിപിനച്ചന്റെ വാക്കുകൾ അശരണർക്ക് ആശ്വാസമാകട്ടെ, തളർന്നവർക്ക് പ്രത്യാശയുമായിരിക്കട്ടെ. അമ്മ മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ സ്നേഹത്തിൽ സംരക്ഷണവും വിശ്വയോസേപ്പിന്റെ കാവലും എന്നും ഉണ്ടായിരിക്കട്ടെ. വിപിനച്ചന്, നവവൈദികനായ വിപിനച്ചന് എല്ലാവിധ ആശംസകളും അനുഗ്രഹങ്ങളും നേരുന്നു.